ഒരു ക്ലാസ്സിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്കൂളിൽ ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ ക്ലാസ് എടുക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്നൊരു പുസ്തകത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഡെസ്ക് വന്ന് അവിടുന്ന് ഒരു പേപ്പർ പാറി താഴേക്ക് പാറി വന്നു. അപ്പോൾ ഞാനതെടുത്തു. ഒരു ചെറിയ പേപ്പർ കഷ്ണമാണ്. അപ്പോൾ അതെടുത്ത് അത് പേപ്പറെല്ലാം എടുത്ത് വെക്കാനാണ് വിചാരിച്ചു. പക്ഷേ എടുത്ത് നോക്കിയപ്പോൾ എനിക്കത് വളരെ സീരിയസ് ആയി തോന്നി. അപ്പോൾ ഞാൻ വായിച്ചു നോക്കിയപ്പോൾ പിന്നെയും ഗൗരവം. അതിൻ്റെ അപ്പുറത്തും എഴുത്തുണ്ട്. അപ്പോൾ വായിച്ചു നോക്കിയപ്പോൾ അത് എസ്സേ അല്ല, ചെറിയൊരു കഷ്ണമാണ്. അതിൻ്റെ അപ്പുറം എഴുത്തുണ്ട്. ഇത് ഫസ്റ്റ് ഇങ്ങനെ വരിയിൽ വായിച്ചത് ആ വാചകങ്ങൾ കണ്ടപ്പോഴേ എനിക്കത് ഫുള്ളായിട്ട് വായിക്കാനുള്ള ഇങ്ങനെ തന്നെ ആയിരിക്കും. ഫുള്ളായിട്ട് വായിക്കാൻ തോന്നുന്നില്ല. എന്നാൽ ഈ ക്ലാസ്സിലെ കുട്ടികളിൽ നിന്ന് ഇങ്ങനെ എഴുത്ത് ഉണ്ടാവാൻ പാടില്ല എന്നുള്ള രൂപത്തിലുള്ള ഒരു തിരിച്ചറിവും. അപ്പോൾ ഞാൻ അപ്പുറത്ത് നോക്കിയപ്പോഴും ഇത് ഈ രൂപത്തിലുള്ള എഴുത്തുകൾ മാത്രമാണ്. അഥവാ നമുക്ക് ആ പദങ്ങൾ ഒരു ക്ലാസ്സിലാണല്ലോ, നമുക്ക് ആ പദങ്ങൾ ഉറക്കെ ഒരിക്കലും വായിക്കാൻ കഴിയൂല. കാണുമ്പോൾ തന്നെ ഒരു അരോചകം. ആ രൂപത്തിലുള്ള പദങ്ങളാണ്. രണ്ടാളെ പേരും അതിലുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഞാൻ ഈ പേജ് എടുത്തേക്ക് പിന്നെ ആ കുട്ടികൾ എന്ത് ചെയ്യാണ്, ഞാൻ അത് ഉറക്കെ വായിക്കണോ എന്ന് ചോദിച്ചപ്പോൾ കുറേ കുട്ടികൾ എണീറ്റ് വന്നു, ഉറക്കെ വായിക്കും സാർ എന്നിട്ട്. അറിയാത്ത പക്ഷെ ഇവർ രണ്ടാളിരുന്ന് ഇത് ചെയ്ത രണ്ട് വ്യക്തികളിരുന്ന് കരയാണ് ആ സമയത്ത്. പിന്നെ ഞാൻ വായിച്ചില്ല, കാരണം വായിക്കാൻ പറ്റൂല, അതൊരു സംസ്കാരത്തിന് ചോദിച്ച വാക്കുകളല്ല ഇതിലുള്ളത്. അങ്ങനെ പിന്നെ അതുമായി വന്നിട്ട് കുറേ നിർദ്ദേശങ്ങൾ കൊടുത്തു, കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, അവർക്ക് രണ്ടുപേർക്കും പറഞ്ഞു കൊടുത്തു. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ശരിക്കും ഇന്നത്തെ കാലത്ത് എന്താ പറയുക, വിദ്യാഭ്യാസവും ഒരു ചോദ്യം ചോദിക്കട്ടെ, എത്രാം ക്ലാസ് ഏകദേശം ഉണ്ടാവും? ഇത് 7ാം ക്ലാസ്സിൽ. 7ാം ക്ലാസ്സിലാണ്. ഓക്കെ. വിദ്യാഭ്യാസവും ബാക്കിയുള്ള സൗകര്യം സംവിധാനമൊക്കെ ഒരുപാടുണ്ട്. പക്ഷേ ഈ എഴുത്തിലും സംസാരത്തിലുള്ള സംസ്കാരം അത് വളരെ വികൃതമായിട്ടുണ്ട് എന്നുള്ളതാണ്. വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട സാധനം കിട്ടുന്നില്ല. പക്ഷേ നമ്മുടെ മുമ്പിൽ ഒരു പക്ഷേ ആ ക്ലാസ് എടുക്കുന്ന ടീച്ചറെ അല്ലെങ്കിൽ അധ്യാപകൻ്റെ അവരുടെ മുമ്പിൽ അവർ വളരെ നല്ല ഉഷാറായിട്ട് ഇരിക്കും. പക്ഷേ ഈ നിലക്കുള്ള ചില പേപ്പറുകൾ കിട്ടുമ്പോഴാണ് ഇവരുടെ ഉള്ളിലുള്ള ചില സംഭവങ്ങൾ എന്തെങ്കിലും നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേമാതിരി ചില പ്രശ്നങ്ങളൊക്കെ പിടിക്കുമ്പോഴാണ് നമ്മളൊരിക്കലും വിചാരിക്കാത്ത നമ്മൾ ആ ക്ലാസ്സിലുള്ള കുട്ടികളുടെ എന്ന് നമ്മൾ എന്ത് ചെയ്യും, ചില പ്രശ്നത്തിൽ പിടിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് ഞെട്ടിപ്പോവുക. എന്താണ് അതിന് പരിഹാരം എന്നുള്ളത് നമ്മൾ നോക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആ പരിഹാര മാർഗത്തിലേക്ക് ഇത് ഈ അധ്യയന വർഷം സംഭവിച്ച അനുഭവം സൂചിപ്പിച്ചത്. അഥവാ എന്തായിരിക്കും അതിന് കാരണം എന്നുള്ളതാണ്. ആ കാരണം ഒഴിവാക്കി കഴിഞ്ഞാൽ പരിഹാരത്തിലേക്ക് എത്തും. അതെ. പണ്ടത്തെക്കാട്ടിൽ ഇപ്പോൾ കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്, അഥവാ നമ്മൾ നന്നായി കണ്ട വാക്കുകളെ പോലും ഇന്ന് കുട്ടികൾ മോശമായി കാണാണ്. അതെ അതെ. നമ്മൾ നന്നായിട്ട് ഉപയോഗിച്ച് ചില വാക്കുകൾ ഉണ്ടായിരുന്നു പണ്ടൊക്കെ, അതൊക്കെ ഇന്നത്തെ കുട്ടികൾക്ക് ഒരു സാധാരണ അതൊക്കെ ഒരു ട്രെൻഡ്. അഥവാ അവരുടെ കാലത്തിന് ഇപ്പോൾ ഉദാഹരണത്തിന് പിന്നെ പൊളിച്ചു, നമ്മൾ പൊളിച്ചു എന്നെന്തായിരുന്നു പറഞ്ഞിരുന്നത്, തേങ്ങ പൊളിച്ചു ഉദാഹരണം പറയണം. നമ്മുടെ ഒരു ചെറുപ്പത്തിലേക്ക് അത് ഇന്നെന്താണ്, അത് വേറെ രൂപത്തിലേക്ക് അതിനെ പിന്നെ എന്ത് ചെയ്തു, ഉഷാറായി. അത് നെഗറ്റീവാണ് എന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ പല പ്രയോഗങ്ങൾ കുട്ടികൾക്ക് അഥവാ പറയാൻ കഴിയില്ല. എൻ്റെ ചെറിയ മോന് പിന്നെ KG3 പഠിക്കണ മോന് പറയുന്ന ചില എന്തായത്, ഇപ്പോൾ നമ്മുടെ ചളി അവനത് പറഞ്ഞത് അതിനേക്കാൾ കുറച്ചും കൂടി ഇതായത് പറയാൻ മോനത് പറയരുതിട്ടാ. കുട്ടികൾക്ക് അറിയില്ല ആ ഒരു വാക്കിൻ്റെ ഒരു പിന്നെ പ്രയാസമോ അതല്ലെങ്കിൽ അത് മോശമാണെന്നോ ചില ചിഹ്നങ്ങൾ കാണിക്കുക അത് മോശമാണെന്നോ ഒന്നും കുട്ടികൾക്ക് അറിയില്ല. അത്രക്കും ഇതായിട്ടുണ്ട്. ഇതിനൊക്കെ ഒരു കാരണം ഞാൻ അവിടെ നിന്ന് പോയത് അവർ കാണുന്ന കാഴ്ചകളാണ്. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഓരോ പദപ്രയോഗങ്ങളാണ് കാലത്തിൻ്റെ ട്രെൻഡ് അനുസരിച്ച് കുട്ടികൾ ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗങ്ങൾ ഇത് ഇപ്പോൾ സൂചിപ്പിച്ചത്. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, ഒരിക്കലും എഴുതാൻ പാടില്ലാത്ത തീർത്തും അനാവശ്യമായ വാക്കുകളാണ് അവിടെ എഴുതിയിട്ടുള്ളത്. അല്ല, അതിന്റെ ഒരു കാരണം അവര് എവിടുന്ന് കേട്ടു. അല്ല, ഞാൻ അതിന്റെ കൂടെ തന്നെ എനിക്ക് സൂചിപ്പിച്ചു ഈ പറഞ്ഞ പോലെ. പണ്ട് വളാഞ്ചേരിയാണ് ഒരു തൊപ്പി ആദ്യം സോഷ്യൽ മീഡിയയിൽ വന്നു, പിന്നെ വളാഞ്ചേരി വരുന്നുണ്ടായിരുന്നപ്പോൾ കുറെ ഈ നിലക്കുള്ള ടീനേജ് ട്രെൻഡിലുള്ള കുട്ടികളാണ് അവിടെ നിറഞ്ഞു കൂടിയത്. നമ്മളാരും അറിഞ്ഞിട്ടില്ല. ഞാൻ വന്നു കഴിഞ്ഞ് പത്രത്തിലും അതല്ലെങ്കിൽ ന്യൂസിലേക്ക് വാർത്ത ആയതിനു ശേഷമാണ് ഇങ്ങനെ സംഭവം അവിടെ നടന്നു. പിന്നെയാണ് നമ്മൾ സ്ഥിരം പോണ വഴിയിൽ ഇങ്ങനെ ഒരു കട ഉണ്ട് എന്നുള്ളതൊക്കെ എന്ത് ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെടുന്നത്. കുട്ടികൾ എന്ത് ചെയ്തു,
അവിടെ തടിച്ചുകൂടി. അല്ല, അത്തരം ആളുകളുടെ ചില പദപ്രയോഗങ്ങളും ഓലെ ആ നിലക്കുള്ള ചില ചാനലുകളും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്, വേറെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അതൊക്കെ സ്ഥിരമായിട്ട് കേട്ടും കണ്ടും കൊണ്ടിരിക്കുന്ന കുട്ടികളിൽ നിന്ന് ഈ നിലക്കുള്ള അനാവശ്യമായ എഴുത്തും സംസാരമൊക്കെ വളരെ സാധാരണ രൂപത്തിലായി ആയി മാറിയൊരവസ്ഥ ഇന്നത്തെ. അത് മാത്രമല്ലേ, പിന്നെ ഇന്നത്തെ പാട്ടുകൾ, പിന്നെ പുതിയ പുതിയ ട്രെൻഡ് പാട്ടുകളിൽ തെറികൾ പറയുന്നതാണ്. തെറികളാണ് അതിലൂടെ, അതാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്, പാടി നടക്കുന്നത്. പലപ്പോഴും ഞാനത് ചിലത് കേട്ടു. അപ്പോൾ കേട്ട് നോക്കുമ്പോഴാണ് ഇതെങ്ങനെ പാട്ടായി കൂട്ടുക എന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചത്. എന്തൊക്കെ പദങ്ങളാണ് എന്താ ഇതിൽ പറയുന്നത്, എങ്ങനെയാണ് അങ്ങനത്തെ ആളുകൾ പാട്ടുകാരനായി അറിയപ്പെട്ടത് എന്നുള്ള ഞാൻ ചിന്തിച്ചത്. നമ്മളെ പീസ് റേഡിയോയിലൊക്കെ വരുന്ന ഒരു പാട്ടുകൾ, സ്വരം എന്നുള്ളതിൽ വരുന്ന പാട്ടുകളും ആ പാട്ടും തമ്മിൽ നോക്കുമ്പോൾ അജഗജ അന്തരമുണ്ട്. സംസ്കാരത്തിന്റെ ഭാഗമാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. ആ സംസ്കാരം നഷ്ടപ്പെടാനുള്ള കാരണം ഇപ്പോൾ നമ്മൾ രണ്ടാളുടെയും സംസാരത്തിൽ വന്നത് എന്താണ്, അഥവാ നമ്മളുടെ കുട്ടികളുടെ സോഷ്യൽ മീഡിയ അതിൻ്റെ ഇൻഫ്ലുവൻസ്, അത് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന അവർക്ക് ഏൽക്കുന്ന പരിക്കാണത്. പണ്ട് അവരുടെ ക്ലാസ്സിൽ നിന്നോ കൂട്ടുകാരിൽ നിന്നോ അങ്ങനെ കച്ചറ കൂട്ടുകാരിൽ നിന്ന് കേട്ട ഏതെങ്കിലും പദപ്രയോഗങ്ങളെ തല്ലുകൂടുമ്പോഴേക്കും പ്രയോഗിച്ചിരുന്നുള്ളൂ. ഇന്നതല്ല, അവൻ അങ്ങനത്തെ കൂട്ടുകാരൊന്നും ഇല്ലെങ്കിലും വീട്ടിലിരുന്ന് അവനിങ്ങനെ സ്ക്രോൾ ചെയ്ത് കാണുന്നതിൽ നിന്ന് അവന് കുറേ കാര്യങ്ങൾ, അഥവാ പണ്ട് നമ്മൾ ഓവുപാലത്തുമ്പോൾ പോയിരിക്കാനും അതല്ലെങ്കിൽ കച്ചറ കളിക്കുന്ന കൂട്ടുകാരെ പണി കൂടരുത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇന്നും അത് പറയുണ്ടാവും. പക്ഷേ അതിനേക്കാൾ മോശമായൊരു കൂട്ടുകാരനെയാണ് നമ്മൾ അവൻ്റെ കയ്യിലേക്ക് എന്ത് ചെയ്ത് നൽകിയിട്ടുള്ളത്. അതിൽ നിന്നാണ് ഇതൊക്കെ പഠിക്കുന്നത്. അതുകൊണ്ട് അവിടെ നമ്മൾ എത്ര സൂക്ഷിക്കുന്നുണ്ടോ, എന്നാൽ നമുക്ക് കുട്ടികളുടെ ഇത്തരം ദുസ്വഭാവങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാതാപിതാക്കളുടെ ഫോണുകൾ നൽകുമ്പോഴും ആ ഫോൺ അവർ ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന കാര്യം കൂടി ആഡ് ചെയ്ത് വെക്കാം അല്ലേ.